ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ജെഫ്രി ചൗസറിൻ്റെ ഒരു എപ്പിക് പോയട്രിയിലെ ഒരു പോയമാണ്. ഈ ഒരു ജെഫ്രി ചൗസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചത് മിഡിൽ ഇംഗ്ലീഷ് ഇറയിലാണ്. നമുക്കറിയാം, 3 ഇറയെ നമ്മൾ പഠിച്ചതാണ്. ഒന്ന് ഓൾഡ് ഇംഗ്ലീഷ് ഇറ, ഒന്ന് മിഡിൽ ഇംഗ്ലീഷ് ഇറ, ഒന്ന് മോഡേൺ ഇംഗ്ലീഷ്. അതിൽ മിഡിലാണ് എന്താക്കുന്നത് ഈ ഒരു ജെഫ്രി ചൗസർ ജീവിച്ചത്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൈറ്ററാണ്. ഈ ഒരു ഇംഗ്ലീഷ് കൊലാബുറേറ്റായി വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എഴുതിയ വർക്കാണ് ഈ ഒരു കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന വർക്ക്. അതുകൊണ്ട് തന്നെ ഇത് എഴുതിയതാരാണ്? ജെഫ്രി ചൗസറാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ ലിറ്ററേച്ചറിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു ജെഫ്രി ചൗസറാണ്. അദ്ദേഹം ജനിച്ചത് 1340 ദ പാർലമെൻറ്റ് ഓഫ് പൗൾസ് എന്ന് ഈ ഒരു കാൻറ്റർബറി ടെയിൽസ് എന്താക്കുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ കൂടെ ഈസ്റ്റ് മിഡിലിയൻ ഡയലക്റ്റിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ബൊക്കാഷിയുടെ ഡീകാമറോണിൽ നിന്നാണ്, അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു വർക്ക് എന്താക്കിയിട്ടുള്ളത്, ജെഫ്രി ചൗസർ എഴുതിയിട്ടുള്ളത്. ഈ ഒരു എപ്പിക് പോയട്രിയിലെ ഈ ഒരു പോയം ചർച്ച ചെയ്യാൻ വേണ്ടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ക്ലാസ് നിങ്ങൾ കേട്ടാൽ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാമിൽ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. ഏതൊരു പാഠഭാഗം പഠിക്കാത്ത ഒരാൾക്കും ഈ ഒരു സമ്മറിയിലൂടെ തന്നെ എന്താക്കാം, നല്ല രീതിയിൽ എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് എന്താക്കാം, ഈ ഒരു എപ്പിക് പോയട്രിയിലേക്ക് എന്താക്കാം കടക്കാം. ഇതൊരു 29 പിൽഗ്രിംസ് അവർ തീർത്ഥാടന യാത്രക്ക് പോകുന്ന കഥയാണ്. കാൻറ്റർബറിയിലുള്ള ഒരു സെൻറ്റ് തോമസ് ബക്കറ്റ് എന്ന സൈൻറ്റിനെ കാണാൻ വേണ്ടിയാണ് ഇവർ 29 ആളുകൾ പോകുന്നത്. ഇതിൽ ഒന്ന് ചൗസറാണ്. അങ്ങനെ ഇവരൊരു സത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ, സത്രത്തിന് ഇന്ന് എന്നാണ് ഇംഗ്ലീഷ് പറയുക, ആ ഒരു ഇന്നിൽ എന്താക്കും ഇവരെല്ലാവരും കൂടി ഒത്തുചേരും. അങ്ങനെ അവിടെയുള്ള സഹായിയാണ്, ആ ഒരു ഇന്നിലെ സഹായി എന്ന് പറയുന്നത് ഹാരി ബെയിൽ. അവിടെയുള്ള ഹോസ്റ്റാണെന്ത്, സഹായിയാണ് ഹാരി ബെയിൽ. അങ്ങനെ ആ ഒരു 29 പേരും സ്റ്റോറി പറയുന്നുണ്ട്. ഇതൊരു ഗെയിമായിട്ടാണ് ഇവരെന്താക്കുന്നത്, കണക്കാക്കുന്നത്. ഇത് കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ബിക്കോസ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കംപ്ലീറ്റിന് മുന്നേ തന്നെ ജെഫ്രി ചൗസർ എന്താക്കിയിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊലോഗ് തുടങ്ങുമ്പോൾ ഏപ്രിൽ മന്തിനെ ഒരുപാട് പ്രൈസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരുപാട് പേര് ഏപ്രിലിനെ കുറിച്ച് എന്താക്കിയിട്ടുണ്ട്, പല രൂപത്തിൽ വർണ്ണീകരിച്ച് എന്താക്കിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന പോയറ്റ്, അദ്ദേഹത്തിൻ്റെ പോയം, അതായത് ബ്രീഫ്ലി ഏപ്രിൽ എന്ന് പറയുന്ന തൻ്റെ പോയത്തിൽ ഈ ഒരു ഏപ്രിലിനെ വളരെയധികം ഹാപ്പി ടൈമായിട്ട്, സന്തോഷമുള്ള സമയമായിട്ടും, ആ ഒരു ഏപ്രിലുള്ള ഇളം കാറ്റ് വളരെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താക്കുന്നത് ബ്രീഫ്ലി ഏപ്രിൽ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പോയത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ചൗസറും ഹാപ്പി ടൈമായിട്ടാണ് ഈ ഒരു ഏപ്രിൽ എന്താക്കുന്നത് അദ്ദേഹം കണക്കാക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് TS എലിയട്ട് എന്ന് പറയുന്ന ഒരു പോയിട്ട് തൻ്റെ ഫേമസ് വർക്കായ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം ഏപ്രിൽ എന്ന് പറയുന്നത് ഒരു ക്രൂലസ്റ്റ് ആയിട്ടുള്ള മാസമാണ് എന്നെന്താക്കുന്നുണ്ട്, അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇംഗ്ലണ്ടിൽ ഈ ഒരു ഏപ്രിൽ എന്ന് പറയുന്ന ആ ഒരു സീസൺ സ്പ്രിങ്ങിൻ്റെ സീസണാണ്. ഇറ്റ് ഈസ് എ ടൈം ഫോർ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള സമയമാണെന്ത് ഈ ഒരു ഏപ്രിൽ എന്ന് പറയുന്നത്. എൻജോയ് ആൻഡ് റീബർത്ത്, വളരെയധികം സന്തോഷിക്കുകയും അവർ റീബർത്ത് ആയിട്ടുള്ള ഒരു മാസമായിട്ടാണ് എന്താക്കുന്നത് ഏപ്രിലിനെ കാണുന്നത്. കാരണം എന്ന് പറയുന്നത്, ഏപ്രിലിന് തൊട്ട് മുമ്പിലുള്ള മാസം എന്ന് പറയുന്നത് മാർച്ചാണ്. മാർച്ച് എന്ന് പറയുന്നത് വളരെയധികം ചൂടുള്ള ഒരു മാസമാണ്. അതിനുശേഷം വരുന്ന മാസമാണ് ഏപ്രിൽ, ഒരു സ്പ്രിംഗ് സീസൺ. അതുകൊണ്ട് തന്നെ റീബർത്ത് ആണ് എന്നാണ് എന്താക്കുന്നത് ഏപ്രിലിനെ കുറിച്ച് ഇംഗ്ലണ്ടിലെ ആളുകൾ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഓൾസോ സിഗ്നിഫൈസ് റീബർത്ത് ഓഫ് നേച്ചർ. ഇത് പ്രകൃതിയുടെ ഒരു റീബർത്താണ് എന്ന് എന്താക്കുന്നുണ്ട്, സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്പയറിങ് സീസണാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഇതെന്താക്കുന്നുണ്ട്, ആ ഒരു സ്പ്രിംഗ് സീസണിൽ പെയ്യുന്ന മഴ ആ ഒരു ഹോട്ടിനൊക്കെ വാഷ് ചെയ്ത് എന്താക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു എനർജറ്റിക്കായ ഒരു മാസമാണ്, ഹാപ്പിനെസ്സിൻ്റെ മാസമാണ്. അതുപോലെ തന്നെ വളരെയധികം സമാധാനത്തിൻ്റെ ഒരു മാസവും കൂടിയാണെന്ന് എന്താക്കുന്നുണ്ട് ഈ ഒരു പോയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാറ്റ് വീശാറുണ്ട് അന്തരീക്ഷത്തിൽ, അതെന്താക്കാറുണ്ട്, സ്വീറ്റ് ബ്രീത്ത് എന്താക്കാറുണ്ട്, കൊണ്ടുവരാറുണ്ട് എന്നും എന്താക്കുന്നുണ്ട് ഓതർ ഈ ഒരു പോയട്രിയിൽ എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് യങ് സണ്ണിനെ കുറിച്ചാണ്. ആ ഒരു യങ് സൺ എന്താക്കാറുണ്ട്, ഉദിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ നമുക്ക് എന്താക്കാൻ കഴിയും, ഹാഫ് മാത്രമേ, ആ ഒരു സൂര്യൻ്റെ പകുതി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ അവിടെയുള്ള പക്ഷികളെന്ന് പറയുന്നത് അവരെന്താക്കുന്നുണ്ട്, മെലഡികൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ പാട്ട് പാടിക്കൊണ്ടാണ് അവിടെയുള്ള പക്ഷികൾ ഉണ്ടാവാറുള്ളത്. പിന്നെ വെച്ചാൽ പിൽഗ്രിംസിൻ്റെ നല്ല മാസമായിട്ടാണ് ഈ ഒരു ഏപ്രിലിനെ എന്താക്കാറ് എല്ലാവരും കാണാറ്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സെൻറ്റ് തോമസ് ബക്കറ്റിനെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പിൽഗ്രിംസ് പോകാറുള്ള ഒരു മാസം എന്ന് പറയുന്നത് ഏപ്രിലാണ്. എല്ലാവരും ലാസ്റ്റ് എത്തിച്ചേരുക ഈ ഒരു കാൻറ്റർബറിയിലാണ് എന്നാണ് ഈ ഒരു ഓതർ പറയുന്നത്.
അടുത്ത പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ടെബാഡിനെ കുറിച്ചാണ്. ടെബാഡ് എന്ന് പറയുന്നത് ഒരു സത്രമാണ്. നേരത്തെ പറഞ്ഞു ഇന്നി എന്ന് പറയുന്നത്. അവിടെയാണ് കാൻറ്റർബറിയിലേക്ക് ഏതൊരു യാത്രക്കാരൻ പോകുന്നുണ്ടെങ്കിലും അവിടെ റെസ്റ്റ് ചെയ്തിട്ടാണ് എന്താക്കാറ്, അവർ ആ ഒരു കാൻറ്റർബറിയിലേക്ക് പോവാറുള്ളത്. എന്താ വെച്ചാൽ ആ ഒരു ടെബാഡിൽ എല്ലാവർക്കുമുള്ള പ്ലേസ് ഉണ്ട്. അവിടെ വിശാലമായ സ്ഥലമാണ്. ഏവർക്കും അവിടെ നിന്ന് നിൽക്കാനുള്ള സൗകര്യം എന്തുണ്ട്, ആ ഒരു ടെബാഡിൽ തന്നെ എന്തുണ്ട് ഉണ്ട്. അവിടെ നിന്നുള്ള എല്ലാവരും സ്പീക്കാക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കാറ്. എന്നിട്ട് അവർ ഗെയിം മോഡലാണ് എന്താക്കുന്നത്, അവർ സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ചൗസറാണ്. എല്ലാവരും സ്വയം പരിചയപ്പെടുത്തണം. എന്തിനു വേണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ സ്വയം എന്താക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. നെയിം, ഫാമിലി, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ പറയണം. അത് എന്താക്കുന്നുണ്ട്, ഈ ഒരു ജെഫ്രി ചൗസർ ആദ്യം തന്നെ എന്താക്കുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് നൈറ്റിനെ കുറിച്ചാണ്. നൈറ്റി എന്ന് പറയുന്നത് ഒരു സോൾജിയറാണ്. 29 പിൽഗ്രിംസിൽ ഒരാളാണെന്ത് ഈ ഒരു നൈറ്റി എന്ന് പറയുന്ന ആൾ. ഒരു മാന്യമായ ശ്രേഷ്ഠനായ ഒരാളാണെന്ത് നൈറ്റി. നൈറ്റി എന്ന് പറയുന്നത് വളരെ വേർത്തി ആയിട്ടുള്ള മാനാണ്. അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് റൈഡിങ്ങും ഫൈറ്റിങ്ങും ആണ് എന്താക്കുന്നത്, അയാൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സംഗതി. അയാളൊരു സത്യസന്ധത ഉള്ള ആളാണ്. അവൻ എന്താക്കുന്നുണ്ട്, ഹി ലവ് ട്രൂത്ത് ആൻഡ് റെപ്യൂട്ടേഷനെയും സത്യസന്ധതയിലും എന്താക്കുന്നുണ്ട്, അവന് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ബിഹേവിയറുള്ള ആളാണ് ഈ ഒരു നൈറ്റി എന്ന് പറയുന്നത്. വാർഫീൽഡിൽ അയാൾ സത്യസന്ധനാണ്. ഈ ഒരു നൈറ്റ് വാർഫീൽഡിൽ സത്യസന്ധനാണ്. രാജാവിനോട് ലോയൽ പെരുമാറ്റം ഉള്ള ആളാണ് ഈ ഒരു നൈറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരെക്കാൾ കുറേ രാജ്യം സന്ദർശിച്ച ആളാണ് ഈ ഒരു നൈറ്റി. നേരെ മറിച്ച് ക്രിസ്ത്യൻസും നോൺ ക്രിസ്ത്യൻസായ ആളുകളും നല്ല സംസാരമാണ് എന്താകാറുള്ളത്, ഈ ഒരു നൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നല്ല പ്രശസ്തിയാണ് പോകുന്നിടത്തെല്ലാം. അങ്ങനെ ഈസ് വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യൻ ഹു ട്രാവൽ ദീസ് പ്ലേസസ്. ഒരു ക്രിസ്ത്യാനിയായ ആൾ ഇത്രയും സ്ഥലങ്ങളിൽ സന്ദർശിച്ച ഒരാളാണ് ഈ ഒരു ജെഫ്രി ചൗസർ എന്ന് പറയുന്ന ആൾ. ഈ ഒരു ക്യാരക്ടറിലൂടെ ചൗസർ പറയുന്നത് 14-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന നൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തതാണ് എന്നാണ്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് അത് സ്ക്വയറാണ്. മറ്റേ ആ ഒരു നൈറ്റിനേക്കാൾ തൊട്ട് താഴെയുള്ള ആളാണ് സ്ക്വയർ. അദ്ദേഹത്തിൻ്റെ പദവി കുറഞ്ഞതാണ്. നൈറ്റിനേക്കാൾ പദവി കുറഞ്ഞ ആളാണ് ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. നൈറ്റിൻ്റെ മോനാണ് സ്ക്വയർ. ഈ ഒരു നൈറ്റിൻ്റെ ക്യാരക്ടറിൽ നിന്നും ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മുടി എന്ന് പറയുന്നത് കേളിയാണ്. അതുപോലെ തന്നെ ലൗലി ആൻഡ് ലസ്റ്റി ബാച്ചിലറാണ് ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്ന ആൾ. ഈ ഒരു സ്ക്വയറിന് 20 വയസ്സുണ്ടാവും. അദ്ദേഹം ഒരു നല്ല ജെൻറ്റിൽമാനാണ്. ഫിസിക്കലി നല്ല അപ്പിയറൻസ് ഒക്കെ ഉള്ള ആളാണ്. ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ ഒരു നൈറ്റിൻ്റെ അത്ര എന്താക്കുന്നില്ല, സ്ക്വയർ എത്തുന്നില്ല. ഒരുപാട് കോമ്പറ്റീഷൻസ് ഈ ഒരു സ്ക്വയർ സംഘടിപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിക്കാറ് എന്ന് ചോദിച്ചാൽ ഗേൾസിനെ അട്രാക്റ്റീവ്. ഇപ്പോൾ ഗേൾസിൻ്റെ മുമ്പിൽ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ട് ആ ഒരു ഗേൾസിൻ്റെ മുമ്പിൽ അദ്ദേഹം ഒരു ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അട്രാക്റ്റീവ് അവരുടെ പുകയത്തലും ആ ഒരു നോക്കലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്ക്വയർ എന്താക്കുന്നത്, കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ആൾ ആരാന്ന് വെച്ചാൽ ദ യോമനാണ്. അദ്ദേഹം സെർവൻ്റ് ഓഫ് സ്ക്വയർ ആൻഡ് നൈറ്റ് ആണ്. നൈറ്റിൻ്റെയും സ്ക്വയറിൻ്റെയും സെർവൻ്റാണ് യോമൻ. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു കർഷക ഗണത്തിൽപ്പെട്ടതാണ്. ഹണ്ടിങ് ആണ് ഇഷ്ടം. അതുപോലെ തന്നെ കാട്ടിലെ ജീവിതമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതായത് കാട്ടിലെ ജീവിതത്തിലൂടെ അദ്ദേഹം വേട്ടക്കൊക്കെ പോകാറുണ്ട്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. ചെറിയൊരു മനുഷ്യനാണ് ദ യോമൻ എന്ന് പറയുന്ന ആൾ. നാലാമത്തെ ആളാണ് ദ പ്രിയോറസ്. പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ആളാണ് പ്രിയോറസ്. അവളൊരു കന്യാസ്ത്രീയാണ്. പിന്നെ മൂടുപടം ധരിക്കാറുണ്ട്. സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ആഭരണങ്ങൾ അവൾ എന്താക്കിയിട്ടുണ്ടാവും, ധരിച്ചിട്ടുണ്ടാവും. അവരുടെ മൂക്ക് എന്ന് പറയുന്നത് ചെറിയ മൂക്കാണ്. ചാരനിറമുള്ള കണ്ണുകളാണ്. ചെറിയ ചുവന്ന ചുണ്ടുകളും വിശാലമായ നെറ്റിയുമാണ് ഈ ഒരു പ്രിയോറസിന് ഉള്ളത്. സിമ്പിൾ ആൻഡ് ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു പ്രിയോറസ് എന്ന് പറയുന്ന ഈ ഒരു കന്യാസ്ത്രീ. പിന്നെ പറയുന്നത് വൃത്തിയിലും വെടിപ്പിലുമുള്ള സ്ത്രീയാണ്. ക്വാളിറ്റീസ് എന്ന് പറയുന്നത് വികാരാധീനത, പിന്നെ ധ്യാനധർമ്മം, അതുപോലെ തന്നെ സഹധർമ്മം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഈ ഒരു പ്രിയോറസിന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അഞ്ചാമത്തെ ദ മോങ്കാണ്. മോങ്ക് എന്ന് പറയുന്നത് ക്ലർജിമാനാണ്. സമ്പന്ന വിഭാഗത്തിൽ പെട്ട ആളാണ് മോങ്ക്. അദ്ദേഹം തടിച്ചിട്ടാണ്, കഷണ്ടിയാണ്. ഹണ്ടിങ് ആണെന്ത് മൂപ്പർക്ക് കൂടുതൽ താല്പര്യം. കാട്ടുമുയലിനെയാണ് മൂപ്പര് ഹണ്ട് ചെയ്യാറുള്ളത്. പിന്നെ അരയന്നത്തെ വറുത്തു കഴിക്കലാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത്. ആറാമത്തെ മേർജൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വ്യാപാരിയാണ്, അതിലുപരി സമ്പന്നനാണ്. അതുപോലെ തന്നെ ലക്ഷറി ഡ്രസ്സാണ് അദ്ദേഹം ധരിക്കാറുള്ളത്. തൊപ്പി, ബൂട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം ധരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ താടി എന്ന് പറയുന്നത് മുള്ളു താടി പോലെയുള്ള ഒരു താടിയാണ്. ആഡംബരമായ മുഖവും അതുപോലെ ഉയരമുള്ള കുതിരപ്പുറത്താണ് അദ്ദേഹം സഞ്ചരിക്കാറുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കറൻസി എക്സ്ചേഞ്ച് എക്സ്പേർട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം തീർത്ഥാടനം നടത്തുന്നത് ഈ ഒരു
കാൻറ്റർബറിയിലേക്ക് തീർത്ഥാടനം നടത്തുന്നത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഏഴാമത്തെ ആൾ എന്ന് പറയുന്നത് ദ ഓക്സ്ഫോർഡ് ക്ലറിയാണ്. അദ്ദേഹം ഒരു ഫിലോസഫിക് സ്റ്റുഡൻ്റ് ആണ്. പിന്നെ മെലിഞ്ഞ് ശാന്തനായ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ പഠിക്കും, നല്ല രീതിയിൽ വായിക്കും. അദ്ദേഹം പുസ്തകത്തിന് വേണ്ടി ഒരുപാട് പൈസ എന്താക്കും, ചിലവഴിക്കും. ധാർമ്മികതയെ തേടുന്നയാളാണ് ഈ ഒരു ഓക്സ്ഫോർഡ് ക്ലറി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം സൽഗുണത്തെയും ധാർമ്മികതയൊക്കെ തേടുന്ന ഒരാളാണ്. ഇയാളെക്കുറിച്ച് ചൗസർ എന്താക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നുണ്ട്. എവിടുന്ന് പണം കിട്ടിയാലും ഇദ്ദേഹം ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന പൈസ. അദ്ദേഹത്തിന് ഒരു ടീച്ചർ ആവാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് എന്താക്കുന്നത് ചൗസർ പറയുന്നത്. പിന്നെ എട്ടാമത്തെ ആളെന്ന് പറയുന്നത് ദ മാൻ ഓഫ് ലോ ആണ്. അദ്ദേഹം വക്കീലാണ്. രാജാവ് നിയമിച്ച മധ്യവർഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് രീതി എന്ന് വെച്ചാൽ കോട്ടും ബെൽറ്റും ഒക്കെ ധരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെയധികം ജ്ഞാനിയാണ്, ബുദ്ധിയുള്ള ആളാണ്, ജാഗ്രതയുള്ള ആളാണ്. പിന്നെ ഒമ്പതാമത്തെ, പിന്നെ അദ്ദേഹം ഈ ഒരു കാൻറ്റർബറിയിൽ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നീതിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ കൂടി ആണ്. ഒമ്പതാമത്തെ ആളാണ് ദ ഫ്രാങ്ക്ലിൻ. അദ്ദേഹത്തിന് ഒരു വെള്ളത്താടിയൊക്കെയുള്ള മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആൾ. സ്വന്തം സന്തോഷത്തിന് വേണ്ടി ജീവിക്കും. നല്ല കോൺഫിഡൻറ്റും സന്തോഷവും ഒക്കെ ഉള്ള ആളാണ് ഈ ഒരു ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ജീവിക്കുന്നത് തൻ്റെ ലൈഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ പത്താമത്തെ ആൾ എന്ന് പറയുന്നത് ദ ട്രേഡ്സ്മാൻ ആണ്. അദ്ദേഹം കാർപ്പറ്റ് മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വ്യാപാരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി, അദ്ദേഹം മിഡിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദ ട്രേഡ്സ്മാൻ വളരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം നിൽക്കുന്നത് മിഡിലാണ്, പക്ഷെങ്കിൽ അപ്പറിലേക്ക് വളർന്ന് വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് രീതി എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ആണ്. ഈ ഒരു ട്രേഡ്സ്മാൻ എന്തിനാണ് കാൻറ്റർബറിയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ടു റിപ്രസെൻറ്റ് ദെയർ ഗ്രൂപ്പ് ഓഫ് കമ്മിങ് ക്രാഫ്റ്റ്സ്മെൻ. അവരെ ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് എന്താക്കുന്നത് ഈ ഒരു ക്രാഫ്റ്റ്സ്മാൻ എന്താക്കുന്നത് ഈ ഒരു ട്രേഡ്സ്മാൻ വരുന്നത്. പിന്നെ 11ാമത്തെ ദ കുക്കാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ട്രേഡ് ക്ലാസ് കുക്കാണ്. ഫിസിക്കലായിട്ട് സോറോൺ ലെഗാണ്. അദ്ദേഹം വരുന്നത് സെർവ് ദ ക്രാഫ്റ്റ്സ്മാൻ, അവർക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുക്ക് വരുന്നത്. 12ാമത്തെ ഷിപ്പ്മാൻ ആണ്. ദ സ്കിപ്പർ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പെസൻറ്റ് ക്ലാസ് ആണ്. ഡ്രസ്സ് എന്താണ്, ഗ്രൗൺ ആണ്. ഫിസിക്കലി അദ്ദേഹം ബിയേർഡഡ് ആണ്, ടാൻ ആണ്. പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ വൈന് കള്ളനാണ്. ഇദ്ദേഹം ഈ ഒരു ഷിപ്പ്മാൻ എന്ന് പറയുന്നത് വൈന് കള്ളനാണ്. അതുപോലെ തന്നെ ആസൂത്രകനാണ്. യുദ്ധം ചെയ്യാനും അതിനൊക്കെ നല്ല കഴിവുള്ള ആളാണ്. പിന്നെ ഇദ്ദേഹം എന്തിനാണ് കാൻറ്റർബറിയിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും ഒരു യാത്ര എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം കാൻറ്റർബറിയിലേക്ക് വരുന്നത്. 13ാമത്തെ ദ ഡോക്ടറാണ്. അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. നല്ലോണം സംസാരിക്കും, എല്ലാത്തിനും നല്ല അറിവുള്ള ഒരു മധ്യവയസ്കനായ ആളാണ് ഈ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആൾ. എന്ന് വെച്ചാൽ ഇദ്ദേഹം നല്ല രോഗികളെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിവുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം വരുന്നത് എന്ന് ചോദിച്ചാൽ രോഗം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാൻറ്റർബറിയിലേക്ക് വരുന്നത്. പിന്നെ ചൗസറിൻ്റെ അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചാൽ ബൈബിൾ വായിക്കാത്ത ഇദ്ദേഹം എന്ന് പറയുന്നത് ബൈബിൾ വായിക്കാത്ത ആളാണ്. അങ്ങനെ ഫിസിക്കലി ഇദ്ദേഹം വളരെ ഹെൽത്തിയാണ്, എന്നാലും ഇയാൾ സ്പിരിച്വലി അൺഹെൽത്തിയാണ് എന്നാണ് എന്താക്കുന്നത് ചൗസറിൻ്റെ അപ്രോച്ച്. പിന്നെ 14ാമത് ദ വൈഫ് ഓഫ് ബാത്ത് ആണ്. വൈഫ് ഓഫ് ബാത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദ സിംസ്ട്രസ് ആണ്. ഡ്രസ്സ് എന്ന് വെച്ചാൽ കർച്ചീഫ്, അതുപോലെ തന്നെ പുതിയ ഷൂസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വൈഫ് ഓഫ് ബാത്ത് എന്താക്കാറുള്ളത്, ഡ്രസ്സ് ചെയ്യാറുള്ളത്. അവൾ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റൊരു ഭർത്താവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത്. അവൾ 5 വിവാഹം കഴിച്ചു, ഒരു ആൻറ്റി മനോഭാവമാണ്. എന്നിട്ടും വേറൊരു ഭർത്താവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്താക്കുന്നത് ഈ ഒരു കാൻറ്റർബറിയിലേക്ക് വരുന്നത്. 15ാമത്തെ ദ പാർസ്ക, ഒരു ക്ലർജാണ്. എളിമയുള്ള ദാരിദ്ര്യൻ, നല്ല ഹാർഡ് വർക്കൊക്കെയുള്ള ഒരു പുരോഹിതനാണ്, ഒരു സഭാ മനുഷ്യനാണ്. അദ്ദേഹം മോശപ്രാപ്തിയിലേക്ക് നയിക്കും. പിന്നെ ഓതറിൻ്റെ കാഴ്ചപ്പാട്, ഈ ഒരു ദ പാസ്കയെക്കുറിച്ച് ഓതറിൻ്റെ കാഴ്ചപ്പാട്, ഞാൻ ദരിദ്രനാണെങ്കിലും വിശുദ്ധ ചിന്തയുള്ള ആളും വിശുദ്ധ ചിന്തകളാലും പ്രവൃത്തികളാലും അയാൾ എന്താണ്, സമ്പന്നനാണ്. ഓതറിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അയാളൊരു ദരിദ്രനാണെങ്കിലും വിശുദ്ധ ചിന്തകളാലും അതുപോലെ തന്നെ പ്രവൃത്തികളാലും അയാൾ വളരെയധികം സമ്പന്നനാണ് എന്നാണ് ഈ ഒരു ഓതർ എന്താക്കുന്നത് ഇയാളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ദ പൊളൈമാൻ സോഷ്യൽ സ്റ്റാറ്റസ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പെസൻ്റാണ്, പാർസൻ്റെ ബ്രദറാണ്, നല്ല മനസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ് ശൈലി എന്ന് പറയുന്നത് ഒരു അയഞ്ഞ ജാക്കറ്റാണ്. വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ സത്യസന്ധനായ ഒരു തൊഴിലാളിയാണ്, വളരെയധികം ദൈവത്തോട് സ്നേഹമുള്ള ഒരാളാണ്. അദ്ദേഹം ഈ ഒരു കാൻറ്റർബറിയിലേക്ക് വരുന്നത് സഹോദരനോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്.
17ാമത്തെ ദ മില്ലറാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ട്രേഡ് ക്ലാസ് വർക്കറാണ്. ഹു യൂസ് എക്യുപ്മെൻറ്റ് ടു മേക്ക് ഫ്ലോർ, എക്യുപ്മെൻ്റൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വാള്, പരിച, അങ്ങനെ ബ്ലൂ ഷർട്ട് കാര്യങ്ങൾ, വൈറ്റ് കോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ശരീരമാണ്, നല്ല ധൈര്യമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ താടി എന്ന് പറയുന്നത് ചുവന്ന താടിയാണ്. അദ്ദേഹം ഒരു റെസ്ലറാണ്, അതായത് ഗുസ്തിക്കാരൻ. അങ്ങനെ ചൗസർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അപരിഷ്കൃതനായിട്ടാണ് ഇദ്ദേഹത്തെ എന്താക്കുന്നത്, ചൗസർ കണക്കാക്കുന്നത്. 18ാമത്തെ ആളാണ് ദ മാൻസിപ്പിൾ. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കോളേജ് മഠത്തിലെ വ്യവസ്ഥകൾ നൽകുന്ന ഒരാളാണ് ദ മാൻസിപ്പിൾ. അദ്ദേഹം അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, ക്ലവറാണ്. അദ്ദേഹം എല്ലാവർക്കും എന്താക്കും, ഫുഡ് നൽകും. അദ്ദേഹം ഈ ഒരു കാൻറ്റർബറിയിലേക്ക് പോയത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പുണ്യസ്ഥലത്തുള്ളവർക്ക് ഭക്ഷണം വിളമ്പുന്നതിൽ അദ്ദേഹം എന്താക്കിയിട്ടുണ്ട്, സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട്. 19ാമത്തെ ദ റീവാണ്. അദ്ദേഹം ഒരു കാര്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ഓവർ കട്ടാണ്. അദ്ദേഹം മെലിഞ്ഞ ഒരു ശരീരമുള്ള ആളാണ്. കാല് വിറക് പോലെയാണ്. അങ്ങനെ ഫിയർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു റീവ് എന്ന് പറയുന്നത്. ജോലിയിൽ ആത്മാർത്ഥതയുള്ള ആളാണ്. എന്തിനാണ് ഒരു കാൻറ്റർബറിയിൽ പോയതെന്ന് ചോദിച്ചാൽ യജമാനിൽ നിന്നും എന്തോ മോഷിച്ചതിന് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീവ് എന്താക്കിയത്, കാൻറ്റർബറിയിലേക്ക് പോയത്. 20ാമത്തെ ആൾ എന്ന് പറയുന്നത് ദ സമണറാണ്. അദ്ദേഹം ഒരു ക്ലർജാണ്. സഭയെ നിഷേധിക്കുന്നവരെ പിടിച്ചുകൊണ്ടു വരിക, അതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുഷ്ഠരോഗമുണ്ട്, വളരെ വികൃതമായ മുഖമാണ്, പിമ്പിൾസൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മദ്യപാനിയാണ്. എന്തിനു വേണ്ടിയാണ് ആ ഒരു കാൻറ്റർബറിയിലേക്ക് ഇദ്ദേഹം പോയത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം മദ്യപിക്കാനും സ്ത്രീകളെ വേട്ടയാടാനും വേണ്ടിയിട്ടാണ് എന്താക്കിയത്, ആ ഒരു കാൻറ്റർബറിയിലേക്ക് അദ്ദേഹം പോയത്. 21ാമത്തെ ആരാന്ന് ചോദിച്ചാൽ ദ പാർട്ട്ണറാണ്. അദ്ദേഹം ഒരു ക്ലർജാണ്. പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പണം വാങ്ങുന്ന ഒരു പുരോഹിതനാണ് ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന പിൽഗ്രിം. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് നീണ്ട ഒരു ഗൗണാണ്. പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഗ്രീഡി ഫ്രോഡാണ്. ഇനി 22ാമത്തെ ആൾ ദ ഹോസ്റ്റാണ്, ഹാരി ബേളി. ഹാരി ബേളി അദ്ദേഹത്തിൻ്റെ നെയിമാണ്. അദ്ദേഹം അവിടെയുള്ള ഒരു ഹോസ്റ്റാണ്. സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ട്രേഡ് ക്ലാസ് ആണ്. അദ്ദേഹം ഈ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. ഫിസിക്കലി ക്യാരക്ടറിസ്റ്റിക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ ലാർജാണ്, അതുപോലെ തന്നെ ബ്രൈറ്റഡ് ആണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും ചെയ്യും. ഈ ഒരു കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു എപ്പിക് പോയട്രിയിലെ ഈ ഒരു പാട്ട്, ഈ ഒരു പോയം ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു ഓൾ.